യെസ് ഹലോ ഓൾ വെൽക്കം ടു ദിശ അക്കാദമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെർബോ ബാച്ചിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പർ സിസ്റ്റത്തിൻ്റെ മാത്സിലെ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്നാണ് ആക്ച്വലി നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. എന്നാൽ പോലും ഇന്നലെ ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ ക്ലാസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക. അവിടെ കാര്യമായിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സെഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വരിക. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലെ ഫസ്റ്റ് കമന്റിൽ തന്നെ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ മുതൽ അങ്ങോട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, അതിൽ ആദ്യം തന്നെ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പറുകളെ പറ്റി മനസ്സിലാക്കി പഠിക്കണം. അവിടെ ഒരുപാട് നമ്പേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ സെറ്റാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം നമ്പർ നമ്മൾ മലയാളത്തിലെ അഭാജ്യ സംഖ്യ എന്ന് പറയും. അപ്പോൾ പ്രൈം നമ്പറിനെ പറ്റി പഠിക്കാൻ ഈ ഒരു ടോപ്പിക്കിലുണ്ട്. പ്രൈം നമ്പറിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ളതാണ് കോമ്പോസിറ്റ് നമ്പർ എന്നുള്ളത്. കോമ്പോസിറ്റ് നമ്പർ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് റാഷണൽ നമ്പർ. എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റാഷണൽ നമ്പറിനെ പറ്റി പഠിക്കാനുണ്ട്. റാഷണൽ നമ്പർ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇറാഷണൽ നമ്പറും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ടും പ്രധാനപ്പെട്ട കുറച്ച് നമ്പറുകൾ, നമ്പർ സെറ്റ്സിനെ പറ്റി പഠിക്കാനുള്ളത് ഇവരെ പറ്റിയാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കോ പ്രൈം നമ്പർ, ട്വിൻ പ്രൈം, ഇതുപോലുള്ള നമ്പറുകളെ പറ്റിയും പഠിക്കും. അതൊക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ഇതിലപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ള, ഈ ടോപ്പിക്കിൽ പറയാനുള്ള കാര്യമാണ് ഡിവിസിബിലിറ്റി, അതുപോലെ തന്നെ റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് റിമൈൻഡർ തിയറത്തിന് വേണ്ടി മാത്രം ഉണ്ടാവും. ആ ക്ലാസ്സിൽ നിന്ന് തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ റിമൈൻഡർ തിയറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പ്രൈം നമ്പറുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എന്തായാലും പ്രൈം നമ്പറിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ക്ലാസ് മൊത്തമായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കഴിയുമ്പോൾ കമന്റ് ചെയ്യുക. സംശയങ്ങൾ മാത്രമല്ല, നിങ്ങൾ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഷോർട്ട് ആക്കണം, എന്താണ് നിങ്ങളുടെ സജഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക. നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അൾട്ടിമേറ്റ്ലി അവസാനമാകുമ്പോഴേക്കും നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിന്ന് അറിവ് കിട്ടണം, നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഹാർഡ് വർക്കിന്റെ ലക്ഷ്യം. അത് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസ് കാണിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഇത് നോക്കിയോ നിങ്ങൾ. ഇത് സ്ഥിരമായിട്ട് റെയിൽവേ എക്സാംസിന് കണ്ടുവരുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എ പ്രൈം നമ്പർ? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രൈം നമ്പർ ഏതാണ് എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ്, ഇപ്പൊ ചിലർ എന്താണ് പ്രൈം നമ്പർ എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് പ്രൈം നമ്പർ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്താണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്? അതൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് പ്രൈം നമ്പർ. യെസ്, ശ്രദ്ധിച്ചോ. പ്രൈം നമ്പർ. ഓക്കെ, പ്രൈം നമ്പർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ നമ്പറിനെയും അതുപോലെ തന്നെ ഒന്നിനെയും കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ. ഡിവിസിബിൾ ബൈ, ഇങ്ങനെയാണ് പറയാ. ഈ വേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ഡിവിസിബിൾ ബൈ 1, ഒന്നെന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഡിവിസിബിൾ ആണ്. ആൻഡ് ഇറ്റ്സെൽഫ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ 5 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ഈ നമ്പറിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അവിടെ ശിഷ്ടം വരുന്നില്ല അല്ലെ? കണ്ടോ, ഇതിന്റെ ഉത്തരം എത്രയാ? 1. അവിടെ ശിഷ്ടം വരുന്നില്ല, 0. അങ്ങനെ ശിഷ്ടം 0 വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിവിസിബിൾ ആണെന്ന് പറയാ. ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശിഷ്ടം 0 ആണെന്ന്. അപ്പൊ 5നെ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, ശിഷ്ടം 0 ആണ്. ഇനിയോ 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഉത്തരം 5 കിട്ടും, ശിഷ്ടം 0 കിട്ടും. ഈ രണ്ട് നമ്പറുകൾ കൊണ്ടല്ലാതെ 5നെ നിങ്ങൾക്ക് വേറൊരു നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റൂല. ഹരിക്കാൻ പറ്റും, പക്ഷെ അവിടെ ഒന്നും വരില്ല, ശിഷ്ടം 0 വരില്ല. ഇത്തരം നമ്പറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആരൊക്കെയാ? 2, 3, 5, 7, 11 എക്സെട്ര. 9 എന്തുകൊണ്ടാണ് പ്രൈം നമ്പർ ആവാത്തത്? 9നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം, 9നെ നമുക്ക് 1 കൊണ്ട് ഹരിക്കാം,
9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. കണ്ടോ, മറ്റൊരു നമ്പർ വന്നില്ലേ ഇവിടെ. 3 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം 3 കിട്ടും. റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ശിഷ്ടം 0 വരുന്ന അല്ലെങ്കിൽ ഡിവിസിബിൾ ആയിട്ടുള്ള മറ്റൊരു നമ്പറാണ് 3. അതുകൊണ്ട് 9 എന്തല്ല, പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രൈം നമ്പർ എന്താന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. എക്സാമ്പിൾസും മറന്നു പോരുത്. 2, 3, 5, 7 എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സെറ്റാണ്. അതിൽ ശ്രദ്ധിച്ചോണം, അതിൽ ആകെ ഒരേ ഒരു ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ഒരെണ്ണം മാത്രമുള്ള ആരാ? 2. അപ്പോ ഈവൻ പ്രൈം നമ്പർ, ഈ ലോകത്തുള്ള ഈവൻ പ്രൈം നമ്പർ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഈവൻ പ്രൈം നമ്പർ ആരാ? 2 ആണ് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 100 വരെ, 1 മുതൽ 100 വരെ എത്ര ഈവൻ പ്രൈം നമ്പർ ഉണ്ട്? എത്ര ഈവൻ പ്രൈം നമ്പർ ഉണ്ട്? ഒരു ഈവൻ പ്രൈം നമ്പർ ഉള്ളൂ. ചോദിക്കാം കേട്ടോ, ശ്രദ്ധിച്ച് ഓർത്തു വെച്ചോണം. ശരി, അപ്പൊ അത്രയുമാണ് പ്രൈം നമ്പറിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ശരി, ഇതില് പ്രൈം നമ്പറിന് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ല കേട്ടോ. 2 പ്ലസ് 2 പ്ലസ് 3 അങ്ങനത്തെ പാറ്റേൺ ഒന്നും ഇല്ല. നിങ്ങൾക്ക് പ്രൈം നമ്പർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പല പല മാർഗങ്ങളുണ്ട്. നമ്മൾ അതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കാണിച്ചു ക്വസ്റ്റ്യനിൽ അല്ലെ, 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏതാ പ്രൈം നമ്പർ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്ക് പ്രൈം നമ്പർ കണ്ടെത്താനുള്ള മാർഗം ഞാനൊന്ന് പറഞ്ഞുതരാം. ഹൗ ടു ഐഡന്റിഫൈ പ്രൈം നമ്പർ. ശ്രദ്ധിക്കണേ, ഐഡന്റിഫൈ പ്രൈം നമ്പർ. പ്രൈം നമ്പറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഉദാഹരണം 97 എന്ന് പറയുന്ന നമ്പർ. ഈ ഉദാഹരണം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇത്രയും ഓർക്കുക, 97 എന്ന് പറയുന്ന നമ്പറിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാണ്? എന്താ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? നമുക്ക് സ്ക്വയേഴ്സ് അറിയാലോ. സ്ക്വയേഴ്സ് എങ്ങനെയാ? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 2, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പൊ 10 സ്ക്വയർ 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം എന്താ? 100ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് 10 എന്ന് കിട്ടും. അങ്ങനെ റൂട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഇന്റിജർ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പൊ 97ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 97ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 81 അല്ലെ. 81 ആരുടെ സ്ക്വയറാ? 9ന്റെ സ്ക്വയർ ആണ് അല്ലെ. 9ന്റെ സ്ക്വയർ ആണ് 81. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? എന്റെ കയ്യിൽ ഒരു പ്രൈം നമ്പർ ഉണ്ട്. ആ പ്രൈം നമ്പറിൽ ആര് തൊട്ട് താഴെ ആരുണ്ട്? 81 ഉണ്ട്. 81ന്റെ ആരുടെ സ്ക്വയർ? 81. 9ന്റെ സ്ക്വയർ ആണ് 81. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു നമ്പർ 101 എന്ന് പറയുന്ന നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കണം. 101ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 100. അത് ആരുടെ സ്ക്വയറാ? 10ന്റെ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ 9 മുതൽ താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യണം. പറഞ്ഞ 9ന്റെ താഴേക്ക്, 9 പ്രൈം നമ്പർ അല്ല, 9ന്റെ താഴേക്കുള്ളത് ഏതൊക്കെയാ? 8 ഇല്ല, 7 പ്രൈം നമ്പർ ആണ്, 5 പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, 2 പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പോ നമ്മള് ആ പ്രൈം നമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, ഈ 97 എന്ന് പറയുന്ന നമ്പറിൽ 2 ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. 97/2 ചെയ്ത് നോക്കണോ? വരുമോ? ഇല്ല, അവിടെ ഒരു റിമൈൻഡർ വരും. റിമൈൻഡർ 1 വരും. ഇനി 97ൽ 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 97/3 ചെയ്ത് നോക്ക്. 97/3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 93 പോകും, 96 പോകും, 1 ശിഷ്ടം വരും. ഓക്കെ, ഇനി അടുത്ത 95/7 ചെയ്യണം. 95/7 ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് 4 എന്നുള്ള ഒരു ഉത്തരമായിരിക്കും. ഓക്കെ, 95ല് റിമൈൻഡർ, ഉത്തരമല്ല റിമൈൻഡർ കേട്ടോ. റിമൈൻഡർ 4 എന്ന് കിട്ടും. ശിഷ്ടം 4 കിട്ടും. അതായത് 95ൽ എന്തില്ല? കൃത്യമായിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 95/5 അല്ലേ? 97 അല്ല, സോറി 97/7. നമ്മള് 97/5 പറഞ്ഞില്ല. 97/5 ചെയ്യുമ്പോഴോ 95 വരെ 5 പോവുള്ളൂ. അവിടെ ശിഷ്ടം എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. അതായത് ഇതിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ താഴേക്കുള്ള ഒരു പ്രൈം നമ്പർ പോലും 97ൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവൻ ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ട മാർഗ്ഗമല്ല കേട്ടോ. ഞാൻ ഇവിടെ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് പോവാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ 97ന്റെ അല്ലെങ്കിൽ നമ്പറിന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിച്ചു. പെർഫെക്റ്റ് സ്ക്വയർ 81 ആണ്. അത് 9ന്റെ സ്ക്വയർ ആണ്. 9ന്റെ താഴേക്കുള്ള എല്ലാ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടും 97/7, 97/5, 97/3, 97/2 എല്ലാം ചെയ്തു നോക്കി. ഒന്നിനെ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ശിഷ്ടം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇത് പോസിബിൾ അല്ല, ഇത് പോസിബിൾ അല്ല, ഇത് പോസിബിൾ അല്ല, ഇത് പോസിബിൾ അല്ല. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം 97 ആരാ?
പ്രൈം നമ്പർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ചെറിയ നമ്പറുകൾ, നമുക്ക് പരിചയമുള്ള നമ്പറുകൾ, രണ്ടക്ക സംഖ്യകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ വലിയ നമ്പറുകളിലേക്ക് പോകുമ്പോൾ അത് പ്രൈം ആണോ അല്ലയോ, ഇപ്പോൾ ഉദാഹരണത്തിന് 300, 310, 315 റേഞ്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ എങ്ങനെ നമ്മൾ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, അതിനുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല, 97 എന്ന് പറയുന്ന നമ്പർ ആയതുകൊണ്ട് ഹരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. സ്റ്റിൽ ഇവിടെ നിങ്ങൾ എത്ര തവണ ഹരിക്കണം? നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എത്ര സമയം ചിലവാക്കാൻ പാടുള്ളൂ? 1 മിനിറ്റേ ചിലവാക്കാൻ പാടുള്ളൂ. അതായത് പരമാവധി 2 ക്വസ്റ്റ്യൻ ഒക്കെ 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഡിവിസിബിലിറ്റി. ശ്രദ്ധിക്കണേ, ഡിവിസിബിലിറ്റി. എന്താണ് ഡിവിസിബിലിറ്റി? ശ്രദ്ധിച്ചോ, ഡിവിസിബിലിറ്റി. ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നിങ്ങൾക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, 38 എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ പറയുമ്പോൾ പറ്റുമല്ലോ, കൃത്യമായി ഹരിക്കാം, അവിടെ ശിഷ്ടം വരില്ല. അത് നിങ്ങളെ ആരെയും പഠിപ്പിച്ചതാണോ? അല്ല, നിങ്ങൾക്ക് കുറെ നാളായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇതിന് പറയുന്ന പേരാണ് ഡിവിസിബിലിറ്റി. ഇപ്പൊ ഇങ്ങനെ വലിയൊരു നമ്പർ 1,00,000, ശ്രദ്ധിച്ചോ, 1,84,312. ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ നമ്മൾ ഹരിച്ചു നോക്കണോ? വേണ്ട, നിങ്ങൾക്ക് അവസാനത്തെ ഈ ഒരു ഡിജിറ്റ് നോക്കിയാൽ മതി അല്ലെ. ഇത് ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്തായാലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ഡിവിസിബിലിറ്റി. ഇതുപോലെ ഏതെങ്കിലും നമ്പറുകൾ കാണുമ്പോൾ അതിനകത്ത് മറ്റ് ചെറിയ ചെറിയ നമ്പറുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ സ്റ്റെപ്പുകളിലൂടെ മനസ്സിലാക്കുന്നതിനെയാണ്, ഹരിച്ചു നോക്കാതെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ ഡിവിസിബിലിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിവിസിബിലിറ്റിയാണ് നമ്മൾ ഇന്ന് ആക്ച്വലി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു നമ്പർ കാണുമ്പോൾ അതിനകത്ത് 3 ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു നമ്പർ കാണുമ്പോൾ അതിനകത്ത് 5 ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, 7 ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഈ പറയുന്ന 11 ഉണ്ടോ, 9 ഉണ്ടോ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ എന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഒന്നാമതായിട്ട് 3 എന്ന് പറയുന്ന നമ്പർ. ഇപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് 111 പ്രൈം നമ്പർ ആണോ എന്ന് ചോദിച്ചു. നമുക്ക് 11 പ്രൈം നമ്പർ ആണെന്ന് അറിയാം. ഒരു ലുക്ക് വെച്ചിട്ട് 111 വരാം പ്രൈം നമ്പർ ആണ്. പക്ഷേ 111 പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് 111ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുത്ത് 100 ആണ്. അത് മുതൽ 10ന്റെ സ്ക്വയർ അല്ലേ, അത് മുതൽ താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് പറഞ്ഞേ. 10ന്റെ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 7, 5, 3, 2. 7 111 ഉണ്ടോ നോക്കണം, 5 111 ഉണ്ടോ നോക്കണം, 3 111 ഉണ്ടോ നോക്കണം, 2 111 ഉണ്ടോ നോക്കണം, ഹരിച്ചു നോക്കണം. ഹരിച്ചു നോക്കല് പോസിബിൾ അല്ല. അപ്പോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 2 111 ഉണ്ടോ? ഇല്ല. 111 ഒറ്റ സംഖ്യ, അതിനകത്ത് എന്തായാലും 2 ഇല്ല. ഇനി 3 ഉണ്ടോ, 5 ഉണ്ടോ, 7 ഉണ്ടോ നോക്കിയാൽ മതി. ശരി, അവിടെ 3 ഉണ്ടോ നോക്കാനുള്ള വഴി എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടത്തെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 1 + 1 + 1 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഈ 3 കിട്ടിയ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഇവിടെ കിട്ടിയ സം ഓഫ് ഡിജിറ്റ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. ആണെങ്കിൽ ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് ഈ നമ്പറിനെ നിങ്ങൾക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ആ ഉത്തരത്തിൽ നമ്മൾ കൺസേൺഡ് അല്ല, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് 37 കിട്ടുക. അത് നോക്കണ്ട, നിങ്ങൾ എത്ര ഓർത്താൽ മതി? 111ന് 3 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റും, റിമൈൻഡർ ഇല്ല. അതായത് 111 എന്തല്ല, 111 നോട്ട് എ പ്രൈം എന്ന് പറയാം. 111 നോട്ട് എ പ്രൈം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സെറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 182. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇതിൽ 3 ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എന്താ ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യുക. 8 1 9 2 അല്ല 8 1 9 2 11. കണ്ടോ, ആഡ് ചെയ്തപ്പോ 11 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 11 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലല്ല, 11 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഈ 182 ആരില്ല, 3 ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഒരു നമ്പർ കാണുമ്പോൾ അതിനകത്ത് 3 ഉണ്ടോ, 3 ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴി ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വലിയൊരു നമ്പർ 3 8 6 4 2 1. ഓക്കെ, ഇതിനകത്ത് 3 ഉണ്ടോ നോക്കാനോ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ മതി. ഡിജിറ്റ്സ് ആഡ് ചെയ്ത് 8 3 11 6
17 4 21, 21 2 23 1 24. 24 എന്തിന്റെ മൾട്ടിപ്പിളാ? 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. 3 8 24. 24 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കൂട്ടാം. ഒന്നും കൂടെ കൂട്ടിയാലും തെറ്റൂല. അതായത് 24 4 2 കൂട്ടി എത്ര കിട്ടും? 6 കിട്ടും. 6 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 24 3ന്റെ മൾട്ടിപ്പിൾ ആണ്, ഈ വലിയ നമ്പറും 3ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. പക്ഷേ വലിയ നമ്പർ വരുമ്പോ നമ്മൾ ആഡ് ചെയ്ത് പോലും സമയം കളയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് ഇവിടെ ഇപ്പോ 3 8 6 4 2 1 വന്നില്ലേ അല്ലേ? ഞാൻ ആഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, കറക്റ്റ് ആണ്. ഓക്കെ. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ 3 ആദ്യമുള്ള തുടക്കത്തിലുള്ള ഈ 3 ആഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടുക? 21 കിട്ടുക. സ്റ്റിൽ അതെന്ത് തന്നെയാണ്? 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. നമ്മുടെ ഉത്തരത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമുക്കത് അതിനകത്ത് 3 ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ അതായത് നിങ്ങൾ 3 ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 3 മാത്രമല്ല, 3ന്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആഡ് ചെയ്ത് വെറുതെ സമയം കളയണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അതായത് ഈ 3 കണ്ടില്ലേ? 3ന്റെ മൾട്ടിപ്പിൾ നോക്കാൻ നിങ്ങൾ 3 ആഡ് ചെയ്യണം നിർബന്ധമില്ല. ഈ 6 ആഡ് ചെയ്യണം നിർബന്ധമില്ല. എന്ത് ആഡ് ചെയ്താൽ മതി? ബാക്കിയുള്ളവർ ആഡ് ചെയ്താൽ മതി. 8 4 12 2 14 1 15. 15 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പോവാം. എങ്ങനെ പോവാം? ഇതേ ഈ 2 1 എത്രയാ? 2 1 3 ആണ്. അത് ഇനി എടുക്കണ്ട. 2 1 3 അല്ലേ? അത് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ പിന്നെ ആരുള്ളൂ? 8 4. 8 4 എത്രയാ? 12. 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മളെ നമ്പർ മൊത്തത്തിൽ എന്താ? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ഒരെണ്ണം കൂടി 3 8 4 7 6 3 2 1. അങ്ങനെ അത് ആരൊക്കെ കൂട്ടാണ്ടിരിക്കണം? ഈ 3 കൂട്ടണ്ട, 3 കൂട്ടണ്ട, ഇവിടത്തെ 6 കൂട്ടണ്ട, ഈ 3 കൂട്ടണ്ട, ഈ 3 കൂട്ടണ്ട. ഓക്കെ. ഒറ്റ നോട്ടത്തിൽ അത്രയും സാധനങ്ങൾ കൂട്ടണ്ട, ബാക്കിയുള്ളവരെ കൂട്ടിയാൽ മതി എന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കിയേ, 2 1 അത് കൂട്ടണോ? അതും കൂട്ടണ്ട. 2 1 3 അല്ലേ? പിന്നെയോ 8 4 കൂട്ടണോ? വേണ്ട. 8 4 12 അല്ലേ? പിന്നെ ആരെ ബാക്കിയുള്ളൂ? 7 മാത്രമേ ബാക്കിയുള്ളൂ. 7 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് ഈ നമ്പർ എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത്രയും ചെറുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ടൈം അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. അതും കൂടെ സേവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടെ ഉണ്ട് എന്നുള്ളത് ഓർത്തോളൂ. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ. ഞാനത് മയക്കാണ്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിളിന്റെ കാര്യം മറന്നു പോരുത്. അവിടെ എന്താ നിങ്ങൾ ഓർക്കേണ്ടത്? അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ഞാൻ അത് മാത്രം ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾ നോട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. അവിടെ എന്താ? സം ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. 3ന്റെ ഗുണിതമായിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 3. ശരി. ഇനി അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരാളാണ് 9. ഒരു നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയണം. ഉദാഹരണത്തിന് ഇപ്പോ 486. 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് നോക്കണം. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കണം. നേരത്തെ പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് 9 കിട്ടണം. മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾ കിട്ടിയാൽ മതിയെങ്കിൽ ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. ആഡ് ചെയ്തോ? 4 8 12 6 18. സം ഓഫ് ഡിജിറ്റ്സ് 18 ആണ്. 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോ നമ്മുടെ ഈ നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി 8 1 6 3 2 5 2. ഓക്കെ. ഈ നമ്പർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ പോവാ. എങ്ങനെ ആഡ് ചെയ്താൽ മതി? 8 1 9 നമ്മൾ ആഡ് ചെയ്യണോ? വേണ്ടല്ലോ. നമ്മൾ പറഞ്ഞില്ലേ 9 എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഡ് ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. എന്നാൽ ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. 8 1 9 9 6 15 3 18 2 20 5 25 2 27. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 27 കിട്ടി. 27 കിട്ടിയിട്ടുണ്ടെങ്കിൽ 27 എന്താണ്? 3 × 9 ആണ്, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ നമ്പർ എന്താ? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ 9ന്റെ ആണോ അല്ലയോ എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. സം ഓഫ് ഡിജിറ്റ്സ് എടുത്താൽ മാത്രം മതി. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ശരി. ഇത് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പീഡിൽ ഓടിച്ചു പോയിക്കോണേ. നിങ്ങൾ സ്പീഡ് കൂട്ടി 2x ഇട്ട് കണ്ടോളാം. വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. ആദ്യമായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അത്യാവശ്യം ആളുകൾക്കൊക്കെ എക്സാം കുറച്ച് നാളായിട്ട് എഴുതുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ശരി. അടുത്തതായിട്ട് നമുക്ക് ഒരു നമ്പറിനകത്ത്
11 ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് നോക്കാം. ഒരു നമ്പറിൽ 11 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അത് കുറച്ച് ട്രിക്കിയാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നുള്ള. ഇപ്പൊ ഉദാഹരണത്തിന് 1331, ഇതിൽ 11 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗം എന്താ? നിങ്ങൾ അൾട്ടർനേറ്റ് നമ്പേഴ്സ്, അതായത് ഒന്നിടവട്ട സംഖ്യകളെ മാർക്ക് ചെയ്യണം. അൾട്ടർനേറ്റ് നമ്പർ ആരാ? ഒന്നിന്റെ അൾട്ടർനേറ്റ് ഡിജിറ്റ് ആണ് കേട്ടോ. ഒന്നിന്റെ അൾട്ടർനേറ്റ് ആരാ? ഒന്നിടവട്ട ആളാരാ? 3 ആണ്. ഈ 3ന്റെ അൾട്ടർനേറ്റ് ആരാ? 1 ആണ്. കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഇവിടെ അൾട്ടർനേറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. 3 1 4, 3 1 4. കണ്ടോ? അൾട്ടർനേറ്റ് നമ്പേഴ്സിനെ ഞാൻ ആഡ് ചെയ്തു. വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പം 74,312. അൾട്ടർനേറ്റ് നമ്പേഴ്സ് ആരൊക്കെയാ? 7ന്റെ അൾട്ടർനേറ്റ് 3 ആണ്. 7 3 10. പിന്നെയോ 10 2 12. യെസ്. ഇനി 4, ഇവിടെ ബാക്കിയുള്ള 4 ആണ്. 4ന്റെ അൾട്ടർനേറ്റ് ആരാ? 4ന്റെ അൾട്ടർനേറ്റ് 1, 4 1 5. എന്നിട്ട് നിങ്ങൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ 12 കിട്ടി, താഴെ 5 കിട്ടി. വലുതിന്ന് ചേർത്ത് കുറയ്ക്കുക. ഇവിടെ 4ന്ന് 4 കുറയ്ക്കുക. 4 - 4. അവിടെ കിട്ടുന്ന ഉത്തരം, ഇവിടെ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 22 ആയിരിക്കണം. ഇങ്ങനെ പോണം. ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രമേ നമുക്കിത് 11ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നോക്കിയേ, 4 - 4 എത്രയാ? 0 അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഈ നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഉത്തരം 0യോ 11ഓ 22 ഒക്കെ കിട്ടിയാൽ നമുക്ക് പറയാം 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതാണ് ഐഡിയ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് തരാം, ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു നമ്പർ എഴുതാം. യെസ്. അൾട്ടർനേറ്റ് നമ്പേഴ്സ് ആരൊക്കെയാ? 7ന്റെ അൾട്ടർനേറ്റ് 8 ആണ്. 7 8 15, 15 0 15, 15 6 21. അടുത്തത് 3 8 11, 11 7 18 അല്ലെ? കറക്റ്റ് അല്ലേ? അതെ, 18. 21 18 കുറച്ചാൽ നിങ്ങൾക്ക് 3 കിട്ടും. 3 11ന്റെ മൾട്ടിപ്പിളും അല്ല, 0യും അല്ല. അതുകൊണ്ട് ഈ നമ്പർ എന്തല്ല? 11ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഓർത്തോണം, നമ്മൾ 3 നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് 3, ഒന്ന് 9, പിന്നെ ഒന്ന് 11. അടുത്തത് ഓക്കെ, അടുത്തത് 7 ആണ് കേട്ടോ. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 7നെ പറ്റിയിട്ടുള്ളതാണ്. 7 കൂടെ നമുക്കൊന്ന് പറയാം. 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെ പലർക്കും അറിയാത്തതും കൂടെയാണ്. 7 എങ്ങനെ കണ്ടുപിടിക്കും? ഒരു നമ്പറിൽ 7 ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കണം? കുറച്ചും കൂടെ ട്രിക്കിയാണ്. 11 പറഞ്ഞതിനെക്കാട്ടും കുറച്ചും കൂടെ ട്രിക്കിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നോളാം. എങ്ങനെയാണ് ഒരു നമ്പറിൽ 7 ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത്? അതിന് ഏറ്റവും നല്ല വഴി, ഒരു 3 ഡിജിറ്റ് വരെയാണെങ്കിൽ ഏറ്റവും നല്ല വഴി ഹരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഹരിക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ ഞാൻ ഏത് മെത്തേഡിലാണ് നമ്മൾ 7 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് പറഞ്ഞുതരാം. നോക്കിയോ, 7. ഇവിടെ ശ്രദ്ധിക്കാം. ഒരു ഉദാഹരണമായിട്ട് ഒരു നമ്പർ ഞാൻ ഇപ്പോൾ എഴുതുകയാണ്. 224. 224 എന്ന് പറയുന്ന നമ്പറിൽ 7 ഉണ്ടോ എന്ന് പഠിക്കാൻ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത് കേട്ടോ. ഞാൻ ആദ്യം ചെയ്യേണ്ടത് 22ഉം 4ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് എന്ത് ചെയ്തു? യൂണിറ്റ് ഡിജിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. യൂണിറ്റ് ഡിജിറ്റിനെ ഞാൻ അങ്ങ് മാറ്റി എഴുതി. ഒറ്റേന്റെ സ്ഥാനത്തുള്ള ആളെ എന്ത് ചെയ്തു? മാറ്റി അങ്ങ് എഴുതി. എന്നിട്ട് ആ ഒറ്റേന്റെ സ്ഥാനത്തുള്ള ആളുടെ ഇരട്ടി എടുത്തു, ഈ നമ്പറിൽ നിന്ന് കുറച്ചു. എത്ര കിട്ടും? 22 - 8 14 എന്ന് കിട്ടും. 14 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പറും എന്താ? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതാണ് 7ന്റെ ഡിവിസിബിലിറ്റി കൺസെപ്റ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 364. ഓക്കെ, 364 എന്ന് പറയുന്ന നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം 36 4 ആയിട്ട്. ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമല്ല കേട്ടോ. മനസ്സിൽ ഇങ്ങനെ 364 കാണുമ്പോൾ ഓക്കെ 36 4, എന്നിട്ട് എന്ത് ചെയ്യണം? 36 - 8, 4ന്റെ ഇരട്ടി 8 ചെയ്യണം. 36 8 പോയാൽ എത്ര കിട്ടും? 36 - 8 28. 28 ആരാ? 4 × 7 ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആണ്. കണ്ടോ? അങ്ങനെ വരുമ്പോ 364 എന്താ? 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. ഇനി അങ്ങനാണെങ്കിൽ 917. 917 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കിയേ. 91 ഉണ്ട് മൈനസ് 7ന്റെ ഇരട്ടി 14. 91ൽ നിന്നും 14 പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 77 എന്നാണ് കിട്ടുക. 77 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 917 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ ആലോചിച്ച് കിട്ടുന്നതേ ഉള്ളൂ. പുറത്തുള്ള 917 അതിൽ നിന്ന് എന്ത് ചെയ്യണം? 7നെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. 7നെ മാറ്റി എഴുതണം. ഓക്കെ, 7നെ മാറ്റി എഴുതി. ഇനി 91 മൈനസ് 7ന്റെ ഇരട്ടി 14. 91 14 പോയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 91 - 14 എന്ന് പറയുന്നത്
നിങ്ങൾക്ക് 77 കിട്ടും. 77 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 917 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇതെല്ലാം എടുത്തു ഒന്നും ഓടിപ്പോയി ഉപയോഗിക്കേണ്ട കാര്യമില്ല. മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഈസി ആയിട്ട് ഹരിക്കാൻ പറ്റും. ഹരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഹരിക്കാൻ പറ്റുന്നില്ല സ്ഥലങ്ങളിൽ മാത്രം ഇതെന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ ഹരിക്കണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടുത്തെ കേസിൽ ഇപ്പൊ 217 7 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 217/7 ചെയ്യാം. ഓക്കെ, അവിടെ 21 ആദ്യം 2ൽ 7 ഉണ്ടോ നോക്കി. 2ൽ 7 ഉണ്ടോ? ഇല്ല. 2ൽ 7 ഇല്ല. അപ്പൊ 21ൽ 7 ഉണ്ടോ നോക്കി. 21ൽ 7 ഉണ്ട്. എത്ര 7? 3 7. 3 7 21 ആണ്. അപ്പൊ ബാക്കി ഇവിടെ ഒന്നുമില്ല, ബാക്കി ഒന്നും എഴുതണ്ട. പിന്നെ ആരാ ബാക്കിയുള്ളത്? 7 ബാക്കിയുള്ളൂ. 7ൽ എത്ര 7 ഉണ്ട്? ഒരു 7 ബാക്കിയുണ്ട്. അപ്പൊ ആൻസർ 31. പക്ഷെ നമുക്ക് ആൻസറിൽ പ്രാധാന്യം ഉണ്ടോ? ഇല്ല. ഇവിടെ റിമൈൻഡർ ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. ഇല്ല, 7 പോയി. വേറെ ആരും റിമൈൻഡർ ഇല്ല. അപ്പൊ അവിടെ എന്തുണ്ട്? 7 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഹരിക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ശ്രദ്ധിച്ചോ. 242. ഓക്കെ, 242ല് ഈ പറയുന്ന നമ്പർ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ 7 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 242/7 ചെയ്യുക. 24ൽ എത്ര 7 ഉണ്ട്? 24ൽ 3 7. ഉത്തരം എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല, 3 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 3 7 എത്രയേ ഉള്ളൂ? 21 ആവുള്ളൂ. 24ൽ ശിഷ്ടം എത്ര ഉണ്ട്? 3. 32ൽ എത്ര 7 ഉണ്ട്? 32ല് നമുക്ക് 4 7. 4 7 28 കിട്ടുക. 28. 32ൽ ബാക്കി എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. ആ 4 ശിഷ്ടമായിട്ട് നിൽക്കുമല്ലോ. അതിന്റെ അർത്ഥം എന്താ? 242ല് 7 ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 7ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇത് 3 അക്ക സംഖ്യകൾക്ക് മാത്രമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹരിച്ചെടുക്കുന്നതും പോസിബിൾ ആയിട്ടുള്ളത്. 3 അക്കത്തിനെക്കാളും വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞു തന്നതിന് ശേഷം നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിച്ചോ. യെസ്, ഇപ്പോ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഒരു 3 അക്ക സംഖ്യ, അല്ല ഒരു 6 അക്ക സംഖ്യ, ഒരു 6 അക്ക 6 ഡിജിറ്റ് നമ്പർ വന്നു. ഒരു 6 ഡിജിറ്റ് നമ്പർ, 6 ഡിജിറ്റ് ഒരു 6 അക്ക സംഖ്യ വന്നിട്ട് ഇതിന്റെ അകത്ത് 7 ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതിന് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നാമത്തെ കേസ് നമുക്ക് ഹരിച്ചു നോക്കാം. 124 131 ഹരിക്കണം 7 ചെയ്തു നോക്കാം. പക്ഷെ അവിടെ നമുക്ക് കുറച്ചും കൂടെ ടൈം എടുക്കും. അതിനേക്കാളും ബെറ്റർ എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു 6 അക്ക സംഖ്യ കാണുമ്പോൾ അതിനെങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? ആദ്യത്തെ 3ഉം അവസാനത്തെ 3ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോ 124 131 ഇവര് തമ്മിലുള്ള വ്യത്യാസം ആരാ വലുത്? 131 വലുത്. അപ്പൊ 131 മൈനസ് 124 ചെയ്യുക. 131 124 കുറച്ച് എത്രയാ? 7 എന്ന് കിട്ടും അല്ലെ? ആ കിട്ടുന്ന ഉത്തരം മൾട്ടിപ്പിൾ ഓഫ് 7 ആണെങ്കിൽ ഈ നമ്പറും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു 6 അക്ക സംഖ്യ നിങ്ങൾ കണ്ടു. ഇങ്ങനെ ഒരു 6 അക്ക സംഖ്യ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ടോ 284 നിന്നും 242 കുറയ്ക്കണം. ഉത്തരം നിങ്ങൾക്ക് 42 എന്ന് കിട്ടും. 42 7ന്റെ മൾട്ടിപ്പിൾ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പഠിച്ചതിൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 42 ഉണ്ടോ? ഉണ്ട് അല്ലേ? എത്രയാ? 6 7 42. അപ്പൊ നമുക്ക് പറയാം 42 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ വലിയ നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനം ചില സമയങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു നിങ്ങൾക്കറിയാം SSC എക്സാം അറിയാം. SSC എക്സാമിന്റെ CGL എക്സാമിന് വന്നിരുന്ന ഒരു ഓപ്ഷൻ ആണ് ഇത്. 100 191. 100 191, അതായത് ഒറ്റ 10 100 1000 10,000 ലക്ഷം 1,191 ഒരു ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് ആൻസർ ആണോ ചെക്ക് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. ഇതിനൊന്നെങ്കിൽ 7 കൊണ്ട് ഹരിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. 191 മൈനസ് 100 എത്ര കിട്ടും? 91 എന്ന് കിട്ടും. 91 ആരാ? 13/7 ആണ്. ഓർത്ത് വെച്ചോണേ, 91 13/7 ആണ്. അപ്പൊ എന്താ? ഈ കിട്ടിയ ഉത്തരം 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ നമ്മുടെ ഈ വലിയ നമ്പറും എന്താ? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 6 അക്ക സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, അവിടെയും നിങ്ങൾക്ക് വലിയ നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ചെയ്യണം. ഉദാഹരണമായിട്ട് 742 312. ഇതൊരു വലിയ നമ്പറാണ്. ഇവിടെ 312 742 കുറയ്ക്കണം നമ്മൾ. അവിടെ നമുക്ക് അറിയാവുന്ന ഒരു ചെറിയ നമ്പർ അല്ല കിട്ടുക. ഉത്തരം അവിടുത്തെ ഡിഫറൻസ് വലിയ നമ്പർ ആയിരിക്കും. 742 312 കുറച്ച് നോക്കിയേ. 700 300 400 30 430. ഓക്കെ, 430 ആൻസർ വരും. 430 7 ഉണ്ടോ നമുക്ക് നോക്കിക്കൂടെ? ഇനിയിപ്പോ അതല്ല,
നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഇവിടെ ഇപ്പം 311 ആയിക്കോട്ടെ എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 429 എന്നാവും. ഓക്കെ, 430 ആകുമ്പോൾ കുറച്ച് എളുപ്പമാവും. 429 എന്നായി. 429 7 ഉണ്ടോ നോക്കണം. അതിനെന്ത് വഴിയുണ്ട്? അതിനുള്ള വഴി നമ്മൾ ആദ്യം പഠിച്ചത്. ഒന്നെങ്കിൽ നമ്മൾ ഹരിച്ചു നോക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 42 ഈ 9ന്റെ ഇരട്ടി 18 അങ്ങ് കുറയ്ക്കുക. 42 18 കുറച്ചാല് നിങ്ങൾക്ക് എത്ര കിട്ടും? 24 കിട്ടും അല്ലെ? 24 കിട്ടും. പക്ഷെ 24 എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 429 എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇവനും എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ വലിയ നമ്പർ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, കുറയ്ക്കുക. കിട്ടുന്ന ഉത്തരം 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് 7 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി. പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് എനിക്ക് അറിയാം ചെറുതായിട്ടെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കുറെ 7ന്റെ മൾട്ടിപ്പിൾസ് ലിസ്റ്റ് ചെയ്തിട്ട് ഇത് ശരിയാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറെ എണ്ണത്തിൽ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ പഠിക്കും. ഒരിക്കലും ഇതൊരു ക്ലാസ് ജികെന്റെ ക്ലാസ് കാണുന്ന പോലെ നിങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തോളാം, ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കുറെ നമ്പേഴ്സ് 7ന്റെ നിങ്ങൾ തന്നെ എഴുതുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ 7 കൊണ്ട് ഗുണിച്ചിട്ട് വലിയ നമ്പറുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി അത് 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് 6 അക്കം തന്നെ വരണമെന്നില്ല. 5 അക്കമോ 4 അക്കമോ ഒക്കെ വരാം. ഇപ്പൊ സപ്പോസ് 5 അക്കം വരികയാണെന്ന് വിചാരിച്ചോ, 53,712. 5 അക്കം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു 0 കൂടെ ഇടുക ഇടത്തെ സൈഡിൽ. അപ്പൊ എന്തായി? 6 അക്കമായി. ഇനി 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ അവിടെ വലുതാരാ? 712. 712 മൈനസ് 53 ചെയ്യുക. എത്ര കിട്ടും? 712 53 കുറച്ചാൽ 659 എന്ന് കിട്ടും അല്ലേ? 659 ആണോ? ഓക്കെ, 659 എന്ന് കിട്ടും. ഈ 659 എന്താണോ 7ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കേണ്ടത്. ഇതിനകത്ത് 7 ഉണ്ടെങ്കിൽ ഇതിനകത്ത് 7 ഉണ്ടെന്ന. അപ്പൊ 659 7 ഉണ്ടോ നോക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്ത് ചെയ്തു? നമ്മൾ 65 മൈനസ് 18. 65 10 പോയാൽ 55 8 പോയാല് 47 വരും. 47 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതാണ് പരിപാടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ 5 അക്കമാണെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി വേറൊരു ഉദാഹരണം, നമുക്ക് 4 അക്കം വരുന്നത് വിചാരിച്ചോ, 4212. ഇതിനകത്ത് 7 ഉണ്ടോ നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക? 2 0 ഇട്ട് കൊടുക്കുക. ഇപ്പൊ 6 അക്കമായി അല്ലേ? എന്നിട്ട് 212 ആ 4 അങ്ങ് കുറയ്ക്കുക. 004 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. 212 4 കുറച്ചാൽ എത്രയാ? 208. 208 7 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? 20 മൈനസ് 8ന്റെ ഇരട്ടി 16. അത് എത്രയാ? 4. 4 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇതും എന്തല്ല? 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പറിനകത്ത് 7 ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എഴുതണം. ഓക്കെ, ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, ചിലത് നമുക്ക് എഴുതി നോക്കിയാലേ കിട്ടുള്ളൂ. പക്ഷെ 7ന്റെ മൾട്ടിപ്പിള് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല എന്ന് ഓർത്തോളാം കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ 7 എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് 13 എന്ന് പറയുന്ന നമ്പറും. നമുക്ക് അതിനെ പറ്റിയും കൂടെ ഒന്ന് പറയാം. 13 ശ്രദ്ധിച്ചോ, പറഞ്ഞതൊക്കെ ഏകദേശം സിമിലർ ആണ്, വലിയ വ്യത്യാസങ്ങളില്ല. സ്റ്റിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, ഒരു നമ്പറിൽ 13 ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഉദാഹരണമായിട്ട് 663. ഇതിനകത്ത് 13 ഉണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ചും കൂടെ ചെറിയ എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. 273. നോക്കിയോ, ഇതിൽ 13 ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പോലെ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അതിനെ 27 3 സ്പ്ലിറ്റ് ചെയ്യണം. യൂണിറ്റ് ഡിജിറ്റിനെ എടുത്ത് ദൂരേക്ക് വെക്കണം. പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമതായിട്ട് നേരത്തെ എന്താ ചെയ്തത്? നേരത്തെ നിങ്ങൾ 7 ആയിരുന്ന സമയത്ത് എന്താ ചെയ്തത്? 7 ആയിരുന്ന സമയത്ത് യൂണിറ്റ് ഡിജിറ്റിനെ ദൂരേക്ക് വെക്കുകയും അതിനെ അതിന്റെ ഇരട്ടി എടുക്കുകയും ചെയ്തു. 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? മൈനസ് ചെയ്ത് കളഞ്ഞു. ആ മൊത്തം നമ്പറിൽ നിന്ന് അത് മൈനസ് ചെയ്ത് കളഞ്ഞു. 13ലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, 13 വലുതല്ലേ, അപ്പൊ ഇൻറ്റു 2ന് പകരം ഇൻറ്റു 4 ചെയ്യണം. മൈനസിന് പകരം എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പൊ 27 3 2 സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3ന്റെ 4 ഇരട്ടി എടുക്കണം. 3ന്റെ 4 ഇരട്ടി എത്രയാ? 12. എന്നിട്ട് ആഡ് ചെയ്യണം. 27 12 എത്രയാ? 27 12 39 ആണ്. 39 13ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പറും എന്താ? 13ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 923 എന്ന് പറഞ്ഞ നമ്പറിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇത് 13ന്റെ മൾട്ടിപ്പിൾ ആവുന്നുണ്ടോ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? യൂണിറ്റ് ഡിജിറ്റിനെ ഒന്ന് മാറ്റി നിർത്തുക.
എന്നിട്ടോ യൂണിറ്റ് ഡിജിറ്റിന്റെ 4 ഇരട്ടി എടുക്കുക, എന്നിട്ടോ അവിടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, 4 ഇരട്ടി എടുത്ത് 12 കിട്ടി, 27 12 39. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഗുണന പട്ടിക, ആരുടെ 13ന്റെ ഗുണന പട്ടിക മസ്റ്റായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. 13 × 20 വരെയുള്ള വാല്യൂസ് അറിയാമെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ 13ന്റെ ടേബിൾ അടുത്ത ദിവസം തന്നെ ഇരുന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ 13ന്റെ ടേബിൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും. ശരി, അപ്പൊ അതാണ് 13ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള മാർഗം. ഇനി 13ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്ന പോലെ 6 വന്നാലോ, സെയിം പ്രൊസീജിയർ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു നമ്പർ വന്നു. ഓക്കെ, അവിടെ 6 സംഖ്യയാണുള്ളത്, ഇവിടെ 6 സംഖ്യയാണ്. നേരത്തെ ഇതൊക്കെ 3 സംഖ്യയായിരുന്നു. 6 സംഖ്യ വരുമ്പോ നിങ്ങൾ 7 എന്താണോ ചെയ്തത് അതേ സാധനം ഇവിടെ ചെയ്യണം. എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എന്തായി? ഇവിടെ വലുത് 999 ആണ്. 999 മൈനസ് 986 ഈക്വൽ ടു 999 986 കുറച്ച് എത്രയാ? 13 കിട്ടും അല്ലെ? കണ്ട, അവിടെ കിട്ടുന്ന ഉത്തരം 13 ആണെങ്കിൽ, ഇവിടെ കിട്ടുന്ന ഉത്തരം 0 ആണെങ്കിൽ, ഇവിടെ കിട്ടുന്ന ഉത്തരം 26 ആണെങ്കിൽ, ഇവിടെ കിട്ടുന്ന ഉത്തരം 13ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വലിയ നമ്പറും 13ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാം. മറന്നു പോകാണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 13 കിട്ടണം, 26 കിട്ടണം. അങ്ങനെ ഏത് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് പറയാം ഇത് 13ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇത് 13ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു 5 സംഖ്യ കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് 13ന്റെ അവസാനിപ്പിക്കാം. 52,218. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം? 3 ആക്കണം. ഇനിയിപ്പോ 3 6 ആക്കണ്ട, നമുക്ക് അറിയാം എന്താ സംഭവം. അവസാനത്തെ 3 ഡിജിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവണം. അപ്പൊ പിന്നെ ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു 3 ഡിജിറ്റ് പോയി. 218 മൈനസ് 52. 218 50 പോയി കഴിഞ്ഞാൽ 168. 168 2 പോയി കഴിഞ്ഞാൽ 166. 166ൽ 13 ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 166ൽ 13 ഉണ്ടോ? എന്റെ അറിവിലില്ല. ഞാൻ ഗുണന പട്ടിക പഠിച്ചു വെച്ചിട്ട് 156ൽ 13 ഉണ്ട്, പിന്നെ 169 ഉള്ളൂ. അതുകൊണ്ട് 166 ഇല്ല. ഗുണന പട്ടിക പഠിക്കുന്നതിന്റെ ഗുണമാണ് അത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരും. നേരത്തെ ചെയ്ത പോലെ ഒന്നെങ്കിൽ ഹരിക്കുക, അല്ലെങ്കിൽ 166നെ 16ഉം 6ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 6ന്റെ 4 ഇരട്ടി എത്രയാ? 24. അത് ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, 24 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 16 24 നിങ്ങൾക്ക് 40 എന്ന് കിട്ടും. 40 13ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 166 13ന്റെ മൾട്ടിപ്പിൾ അല്ല. ഈ നമ്പറും 13ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 13ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, അതില് കൺഫ്യൂഷൻ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് നമ്പേഴ്സ് പറയാനുണ്ട് അല്ലെ. നമുക്കിനി ഏതൊക്കെ ഉണ്ട്? നമുക്കിനി 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, ഒരുപാട് നമ്പേഴ്സിനെ പറ്റി പറയാനുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഇനി എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഒരു ഫ്ലോ കിട്ടാതെ വരും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ക്ലാസ് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഐഡിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈം നമ്പർ? അത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. സ്റ്റിൽ ഇതിൽ ഏതാ പ്രൈം നമ്പർ എന്നാ ചോദിച്ചത്. ഇതിൽ ഏതാ പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇതിൽ ഏതാ പ്രൈം നമ്പർ അല്ലാത്തതെന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും. ഇതില് നമ്മൾ പഠിച്ചതൊക്കെയാ 3ൻ്റെത് പഠിച്ചു അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ നോക്കുമ്പോ ഇതിൽ 3ന്റെ ഡിവിസിബിലിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടോ? 2 ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആരും 2 ഇല്ല അല്ലെ. എല്ലാം ഒറ്റ സംഖ്യകളാ, 2 ഒന്നിലും ഇല്ല. ഓക്കെ, 3 ഉണ്ടോ നോക്കിയേ. ഇവിടത്തെ എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കും. 1ഉം 2ഉം 3ഉം 1ഉം 4 ഇല്ല, 3 കൊണ്ട് മൾട്ടിപ്പിൾ അല്ല. ഇവിടെ നോക്കിയേ, 4ഉം 1ഉം 5ഉം 1ഉം 6. ഇവിടെ സം 6 കിട്ടുന്നുണ്ട്. 6 കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം ഇത് പ്രൈം നമ്പർ അല്ല. ഇങ്ങനെ നമുക്ക് ഓരോ പ്രൈം നമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കി പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ വേറെ ഇതിൽ 3 ഉണ്ടോ? ഇല്ല. 8 1 9 1 10 ഇല്ല. 6ഉം 2ഉം 8. ഇതിലും 3 ഇല്ല. 3 ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതാ? 5 ഉണ്ടോ? 5 ഉണ്ടോ എന്ന് എങ്ങനെയാ നോക്കുക? 5 ഉണ്ടോ നോക്കാൻ നമ്മൾ പഠിക്കണോ? വേണ്ട. 5 ഉണ്ടോ നോക്കാൻ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഒരു നമ്പർ 0 അല്ലെങ്കിൽ 5 അവസാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ 5 ഉണ്ട്. 110. 110ൽ ആരുണ്ട്? 5 ഉണ്ട്, കാരണം 0 അവസാനിക്കുന്നത്. 115 അതിൽ 5 ഉണ്ട്, കാരണം എന്താ? 5ലാണ് അവസാനിക്കുന്നത്. ഇതാണ് അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 5 ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഏതാ നോക്കേണ്ടത്? 7 ഉണ്ടോ നോക്കണം അല്ലെ. 7 ഉണ്ടോ നോക്കാം. നമുക്ക് ഏതിലൊക്കെ 7 ഉണ്ടോ നോക്കണം. ഓക്കെ, 121ൽ 7 ഉണ്ടോ നോക്കാം. എങ്ങനെ 7 ഉണ്ടോ നോക്കുക?
12 121ന്റെ 1 ഇങ്ങോട്ട് മാറ്റി എഴുതി ഇരട്ടി എടുക്കുക, എന്നിട്ട് കുറയ്ക്കുക. 12 2 കുറച്ച 10. 10ൽ 7 ഇല്ല, അപ്പൊ 121ൽ 7 ഇല്ല. ഇനി 181ൽ 7 ഉണ്ടോ നോക്കട്ടെ. 181ൽ 7 ഉണ്ടോ നോക്കാൻ 18 മൈനസ് 7ന്റെ ഇരട്ടി 1ന്റെ ഇരട്ടി 2, അത് 16. 16ൽ 7 ഇല്ല, അതുകൊണ്ട് 182ൽ എന്തില്ല, 7 ഇല്ല. ശരി, ഇനി ആരാളത്? 161. 161ല് 16ഉം ഈ 1 ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ 2. 16ന്ന് 2 കുറച്ചാല് 14. 14 7 ഉണ്ട്. 14 7 ഉണ്ടെങ്കിൽ 161ൽ എന്തുണ്ട്, 7 ഉണ്ട്. അപ്പൊ 161 എന്തല്ല, പ്രൈം അല്ല. ഇനി 2 ഓപ്ഷൻസേ ഉള്ളൂ അല്ലെ. 2 ഓപ്ഷനിൽ ഏതോ ഒന്ന് പ്രൈം ആണ്, ഒന്ന് പ്രൈം അല്ല. ശരി, അപ്പൊ നമ്മൾ 7 വരെ ചെക്ക് ചെയ്തു. ഇനി ആരാ 11 ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. 11 ചെക്ക് ചെയ്തു നിങ്ങൾ. എയിൽ 11 ചെക്ക് ചെയ്യും. 121 11. ഇവിടെ 1ന്റെ ആൾട്ടർനേറ്റ് 1 ആണ്, 2ന്റെ ആൾട്ടർനേറ്റ് ഇല്ല. അപ്പൊ 2 മാത്രം എടുത്താൽ മതി. 1 1 എത്രയാ, 2. ഇവിടെ ഒരു 2 ഉള്ളൂ, -2 0. അതിന്റെ അർത്ഥം എന്താ? ആൾട്ടർനേറ്റ് നമ്പറിന്റെ ഡിഫറൻസ്, സമ്മിന്റെ ഡിഫറൻസ് എടുത്തപ്പോ 0 കിട്ടി. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 121 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് 121 പ്രൈം നമ്പർ അല്ല, 121ൽ 11 ഉണ്ട്. അപ്പൊ ആരെ ബാക്കിയുള്ളൂ? 181 ബാക്കിയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതിനൊരു കാര്യമുണ്ട്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇത് വളരെ ഈസിയാണ്, ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനില് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, സ്ഥിരം ചോദിക്കുന്ന, വളരെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റിയ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ടോട്ടൽ പ്രൈം നമ്പേഴ്സ് ആർ ഇൻ ഫസ്റ്റ് 200 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? ഓക്കെ, ശ്രദ്ധിച്ചോണേ. ഇവിടെ നോക്കിയോ, ഹൗ മെനി ടോട്ടൽ പ്രൈം നമ്പേഴ്സ്, എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന ചോദ്യം. എവിടെ വരെ? ഫസ്റ്റ് 200 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 200 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര പ്രൈം നമ്പർ ഉണ്ട് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഞാൻ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് തരാം. 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 20 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 200 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഒന്ന് പഠിക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 200 എന്ത് നമ്പേഴ്സാ? ഫസ്റ്റ് 200 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ആ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ സംഖ്യകളായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 200 എണ്ണത്തില് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കുറച്ച് പേർക്ക് 45, കുറച്ച് പേർക്ക് 46 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാതെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി ഇതിൽ ഏതാണെന്നുള്ളത്. കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ എന്ത് പഠിച്ചോണോ? 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 10 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 20 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, 1 മുതൽ 200 വരെ എത്ര പ്രൈം നമ്പർ ഉണ്ട്. ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, പഠിച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തെങ്കിലും ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതൊന്നും അല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, GK പഠിക്കുന്ന പോലെ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ശരി, യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോമ്പോസിറ്റ്? ഞാൻ കോമ്പോസിറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 9? 9 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ 9 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 ഓപ്ഷനൊന്നും 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. എങ്ങനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക, ഡിജിറ്റ്സ് കൂട്ടി നോക്കുക. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു, ഡിജിറ്റ്സ് കൂട്ടുന്നു. 5 6 11 7 18 6 24 5 29. 29 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ ഇത് നമ്മൾ ഉത്തരാവില്ല. അടുത്ത രണ്ടാമത്തത് 7 4 11 11 8 19 19 6 25 25 2 27 27 9ന്റെ മൾട്ടിപ്പിൾ ആണ്, അപ്പൊ ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. വേറെ ഏതെങ്കിലും ചെക്ക് ചെയ്യണോ? വേണ്ട, ഒരൊറ്റ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. സ്റ്റിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 4 9 കൂട്ടണോ? വേണ്ട. 3 2 5 1 6, ബാക്കി 6 അല്ലേ ഉള്ളൂ. 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, അപ്പൊ ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തിവിടെ 8 7 15 6 21 5 21 5 26 26 4 30 30 എന്തല്ല? 30 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് ഇതും
9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 9ന്റെ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയുണ്ട് സിമിലർ ക്വസ്റ്റ്യൻസ്, ഇനിയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് ഡിവിസിബിൾ ബൈ 12? ഓക്കെ, നമ്മൾ 12 പഠിച്ചിട്ടില്ല, അതുകൊണ്ട് 12 തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. If the number x4461 is divisible by 11, find the value of x. അതായത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ ഒരു എത്രയാക്കും, 5 അക്ക നമ്പർ ആണ്, x4461. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? 0 വരൂ? ഇല്ല. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, അങ്ങനെ 9 വരെയുള്ള ഏത് നമ്പർ ഈ എക്സിന്റെ സ്ഥാനത്ത് വരാം. അങ്ങനെ എക്സിന് ഏത് വാല്യൂ വരുമ്പോഴാണ് അത് ഡിവിസിബിൾ ബൈ 11 ആവുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എക്സ് ആയിട്ട് തന്നെ നിർത്തുക. 11 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്താ പ്രത്യേകത? ആൾട്ടർനേറ്റ് നമ്പറിന്റെ സമ്മിന്റെ ഡിഫറൻസ് 0യോ 11 ഒക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. എക്സ് 4 1, എക്സും 4 1 കൂട്ടി എത്രയാ? എക്സ് പ്ലസ് 5. ഓക്കെ, ഇവിടുത്തെ ആൾട്ടർനേറ്റ് ആരാ? 6 4, 6 4 എത്രയാ? 10. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എക്സ് പ്ലസ് 5 മൈനസ് 10, എക്സ് പ്ലസ് 5 മൈനസ് 10 ഈക്വൽ ടു ഒന്നെങ്കിൽ 0 കിട്ടണം, ഇല്ലെങ്കിൽ 11 കിട്ടണം, ഇല്ലെങ്കിൽ 22 കിട്ടണം, അങ്ങനെ പോകണം. ഓക്കെ, എക്സ് പ്ലസ് 5 മൈനസ് 10 0 കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കേസ് നോക്കുകയാണെ. എക്സ് പ്ലസ് 5 മൈനസ് 10 0 കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 10 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5 ആയിരിക്കണം. എക്സ് 5 ആണെങ്കിൽ ഈ വാല്യൂ, ഈ ഒരു നമ്പർ കറക്റ്റ് ആവുന്ന പറയുന്നത്. 5 ഓപ്ഷനിലുണ്ടോ? 5 ഓപ്ഷനിലുണ്ട്, അത് ഉത്തരവായി. ഇനി വേണമെങ്കിൽ നമുക്ക് 11 എടുത്ത് നോക്കാം കേട്ടോ. എക്സ് പ്ലസ് 5 മൈനസ് 10 ഈക്വൽ ടു 11. ഈ കേസ് എടുത്തു നോക്കാം, എടുത്തു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 21 കിട്ടും, എക്സ് ഈക്വൽ ടു 16 കിട്ടും. എടാ, എക്സ് ഇവിടെ ഒരു ഡിജിറ്റ് അല്ലേ, ഒരു സ്ഥാനമേ ഉള്ളൂ എക്സിന്. അവിടെ എക്സിന്റെ സ്ഥാനത്ത് 16 എഴുതിയാൽ ശരിയാവുമോ? ഇല്ല. 16 ഒരു 2 അക്ക സംഖ്യ, അത് ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതാൻ പറ്റുമോ? അവിടെ കൊണ്ടുപോയിട്ട് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് എന്തേ ഓപ്ഷൻ ഉള്ളൂ? ഡി എന്ന് പറയുന്ന 5 എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഡിവിസിബിലിറ്റി വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ഡിവിസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം ഏകദേശം അവസാനിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇതിൽ റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിമൈനിങ് നമ്പറിന്റെ ഡിവിസിബിലിറ്റിയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിലുള്ള ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കമന്റ് ആയിട്ട് പറയാനും മറക്കാണ്ടിരിക്കുക, ലൈക്ക് ചെയ്യാനും മറന്നു പോകാണ്ടിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഒരു കാരണവശാലും മറക്കാണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സമയമുണ്ട്, പ്രാക്ടീസ് തന്നെ പഠിക്കുക.